എന്നെ കാണാൻ വന്ന ഒരു രോഗി 3 മാസങ്ങൾക്ക് മുമ്പ് നെഞ്ചുവേദനയായി ഹാർട്ടിന്റെ ബ്ലോക്ക് ആൻജിയോഗ്രാം വഴി ടെസ്റ്റ് ചെയ്തു. ആൻജിയോഗ്രാം കഴിഞ്ഞ ഉടനെ ഡോക്ടർ അയാളോട് പറഞ്ഞു, ഹാർട്ടിൽ ടൈം ബോംബ് പോലെ വളരെ മാരകമായിട്ടുള്ളൊരു ബ്ലോക്ക് ഉണ്ട്, അത് ഇപ്പൊ തന്നെ നീക്കണം. നീക്കിയിട്ടില്ലെങ്കിൽ 24 മണിക്കൂർ കൊണ്ട് തന്നെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഈ രോഗി എന്നോട് പറയാണ്, ഞാനിങ്ങനെ ആലോചിച്ചു, ഞാനിപ്പോ മരണത്തിലേക്ക് പോവാണ്, എന്റെ കുടുംബത്തിന് ഇനി എന്താണ് സംഭവിക്കുക? എന്റെ മൈൻഡ് ഒന്നും വർക്ക് ചെയ്യണില്ല, എനിക്ക് വ്യക്തമായിട്ടൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇതിന് ഓപ്പറേഷൻ തന്നെയാണോ വേണ്ടത്, അതോ ഇനി വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ? ഒന്നും ആ സമയത്ത് എന്റെ മൈൻഡിൽ ഒന്നും വരുന്നില്ല. ആരോട് എന്ത് ചോദിക്കണം എന്നും അറിയുന്നില്ല. കാരണം എന്നോട് ഈ പറയുന്നതൊക്കെ വളരെ വിദഗ്ധരായിട്ടുള്ള എക്സ്പേർട്ടുകളാണല്ലോ. 3 മാസങ്ങൾക്ക് ശേഷമാണ് ഈ രോഗി എന്നെ കാണിക്കാൻ വരുന്നത്. അപ്പോഴും ഓപ്പറേഷൻ ഒന്നും ചെയ്തിട്ടില്ല. ഈ രോഗി ജീവിച്ചിരിപ്പുണ്ട്. ഇങ്ങനെ നമ്മളിൽ പലർക്കും ഉണ്ടായിട്ടില്ല. അതായത് ഡോക്ടർമാർ പറയുന്ന പല സയന്റിഫിക് ഭാഷകളും നമുക്ക് മനസ്സിലാവില്ല. പലപ്പോഴും ഹാർട്ടിന്റെ ബ്ലോക്കുകളെ കുറിച്ച് ഡോക്ടർമാർ സംസാരിക്കുമ്പോൾ രോഗിക്കോ കൂടെയുള്ളവർക്കോ കൃത്യമായൊരു പിക്ചർ കിട്ടാറില്ല. ഒരു ആൻജിയോഗ്രാം റിപ്പോർട്ടിൽ തന്നെ ചില ഡോക്ടർമാർ ഓപ്പൺ സർജറി പറയുന്ന പല കേസുകളും മറ്റു ചില ഡോക്ടർമാർ കീ ഹോൾ സർജറിയിലൂടെ മാറ്റിയെടുക്കാറുണ്ട്. ഇതിന് പല കാരണങ്ങളുണ്ട്. ആശുപത്രിയുടെ ഫെസിലിറ്റി, ഡോക്ടറുടെ എക്സ്പീരിയൻസ്, അങ്ങനെ പലതും. നിങ്ങളോട് ആരെങ്കിലും ഒരു ഹാർട്ട് ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനു മുമ്പായിട്ട് നിങ്ങൾ നിർബന്ധമായും ചോദിക്കേണ്ട ചില ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തേത്, ഈ ബ്ലോക്ക് നീക്കിയത് കൊണ്ട് എന്താണ് എനിക്ക് നേടുക എന്ന് വെച്ചാൽ എൻ്റെ ആയുസ് നീട്ടിക്കിട്ടുകയാണോ ചെയ്യുക, എൻ്റെ നെഞ്ചുവേദന മാറുക എന്നുള്ളത് മാത്രമാണോ? അതുപോലെ ഭാവിയിൽ ഒരു അറ്റാക്ക് തടയാൻ ഇതുകൊണ്ട് സാധിക്കുമോ? ഹാർട്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രക്തക്കൊഴലിലാണോ ബ്ലോക്ക് ഉള്ളത്, അതോ ചെറിയ ഭാഗത്താണോ? ബ്ലോക്ക് നീക്കാതെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുമോ? രണ്ടാമത്തെ ചോദ്യം, ഈ ഒരു ബ്ലോക്കിന് ഓപ്പൺ സർജറി നിർബന്ധമാണോ, അതോ ഓപ്പൺ ചെയ്യാതെ ആൻജിയോപ്ലാസ്റ്റി വഴി ബ്ലോക്ക് നീക്കാൻ സാധിക്കും? ഓപ്പൺ സർജറി എന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിൽ നിന്ന് റിക്കവറിക്ക് മാസങ്ങളെടുക്കും. എന്നാൽ കീഹോൾ ആൻജിയോപ്ലാസ്റ്റി ചികിത്സ കഴിഞ്ഞാൽ 3-ാമത്തെ ദിവസം തന്നെ ആൾക്ക് ജോലിയിൽ പ്രവേശിക്കാൻ സാധിച്ചേക്കാം. ഇനി മരുന്ന് കൊണ്ട് മാറ്റാൻ പറ്റുന്ന ബ്ലോക്കാണോ എന്നുള്ളതും ഡോക്ടറോട് ഡിസ്കസ് ചെയ്യാം. മൂന്നാമത് നമ്മൾ ചോദിക്കേണ്ടത്, ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് അറ്റാക്ക് സംഭവിക്കാമോ, ഹൃദയസ്തംഭനം സംഭവിക്കാൻ സാധ്യതയുണ്ടോ, സ്ട്രോക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ടോ? ഓപ്പറേഷന്റെ കോംപ്ലിക്കേഷനുകൾ പലപ്പോഴും ആശുപത്രിക്കനുസരിച്ചും അതുപോലെ തന്നെ ചെയ്യുന്ന ഡോക്ടറുടെ എക്സ്പീരിയൻസിനനുസരിച്ചും മാറുന്നുണ്ട്. 4-ാമത്തെ ചോദ്യം, ഈ ഓപ്പറേഷൻ അർജന്റായിട്ട് ചെയ്യേണ്ടതാണോ, അതോ എനിക്കൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തിട്ട് ചെയ്യാനുള്ള സാവകാശം ഉണ്ടോ എന്നുള്ളതാണ്. ചില ഹാർട്ടിന്റെ ബ്ലോക്കുകൾ എമർജൻസി ആയിട്ട് ചെയ്തേ മതിയാവും. പക്ഷേ 80% ഹാർട്ടിന്റെ ബ്ലോക്ക് കേസുകളും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ പലപ്പോഴും സാവകാശം കിട്ടും. സെക്കൻഡ് ഒപ്പീനിയന്റെ ഒരു മെച്ചം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബ്ലോക്കിനുള്ള മറ്റ് ആൾട്ടർനേറ്റീവ് ചികിത്സകളെ ചിലപ്പോൾ കണ്ടെത്താൻ സാധിച്ചേക്കാം. 5-ാമത്തെ ചോദ്യം, ഓപ്പറേഷന് ശേഷം ലോങ് ടേം റിസൾട്ട് എന്താണെന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഓപ്പറേഷന്റെ സമയത്തുള്ള ആ വിജയത്തിനുപരി ഭാവിയിലേക്ക് എന്താണ് സംഭവിക്കുക? 6-ാമത്തേത്, ഹൃദ്രോഗ ചികിത്സയുടെ ചെലവിനെ കുറിച്ച് കൃത്യമായിട്ട് വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. ഓപ്പറേഷന്റെ ചെലവിന് പുറമെ ആശുപത്രിയിൽ വെച്ച് വരാവുന്ന ചെലവുകളെ കുറിച്ച് മുൻകൂട്ടി തന്നെ ചോദിച്ചറിഞ്ഞു വെക്കുന്നത് വളരെ നന്നായിരിക്കും.